ഇച്ചിരി മേളിൽ കരിയിലേക്ക് തൂത്തേച്ച് ഞാൻ താഴെ ഇറങ്ങി എല്ലാം തൂത്തോണ്ടിരിക്കുമ്പോൾ കുട്ടി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ആ അത് നല്ലപോലെ ഓടി നടക്കുന്നത്. പക്ഷേ ഇന്നലെ എന്തോ എങ്ങനെയോ നമ്മുടെ ഒരു ചെറിയ കണ്ണ് എങ്ങനെയാണോ കയറിപ്പോയി എന്നുള്ളത് നമുക്കറിയത്തില്ല. അവൻ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി അച്ഛാന്ന് വിളിച്ചേ അവൻ പോകത്തുള്ളൂ. പക്ഷെ ഇന്നലെ മിണ്ടിയിട്ട് പോലും ഇല്ല. ഞാൻ എന്റെ പേര് വേണു, ഷീല. ഇവിടെ തന്നെയാണ് ടിവിയും കണ്ട് എല്ലാം. ഇന്നലെയാണ് അമ്പലപ്പുഴ വടക്ക് 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് സമീപത്തായിരുന്നു അപകടമുണ്ടായത്. കൊല്ലം എറണാകുളം മെമു ട്രെയിൻ ഇടിച്ചാണ് 1.5 വയസ്സുകാരൻ തൃണവ് മരിച്ചത്. വളഞ്ഞവഴി പുതുവലി വിനീത് സൂര്യ ദമ്പതികളുടെ മകനാണ് മരിച്ചത്. സമീപത്തെ വീട്ടുമുറ്റത്ത് നിന്നും മുകളിലേക്ക് റെയിൽവേ ട്രാക്കിലേക്ക് കയറിയാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന 67 എന്നുള്ള മയിൽക്കുറ്റിയുടെ സമീപത്തായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ കുട്ടിയുടെ മാതാവിന്റെ വീട് ഈ റെയിൽവേ ട്രാക്കിന് സമീപമാണ്. അവിടെ മാതാവിന്റെ വീട്ടിലെത്തിയായിരുന്നു കുട്ടി. തൊട്ടടുത്ത അയൽവാസിയുടെ വീട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോയപ്പോഴാണ് ഈ അപകടമുണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയൽവാസിയുടെ വീട് നമുക്കറിയാം, റെയിൽവേ ട്രാക്കിനോട് ചേർന്നാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നമുക്ക് മൺതിട്ടയുടെ ദൃശ്യങ്ങൾ കാണാം. ഇത്രയും ഉയരമുള്ളൊരു മൺതിട്ട പോലുള്ള ഭാഗത്തു നിന്ന് മുകളിലേക്ക് കയറി വേണം ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്താൻ. അത്രയും മുകളിലേക്ക് കുട്ടി എത്തിയാണ് ഈ അപകടമുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ ഈ വീട്ടിൽ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോയതിനു ശേഷമായിരുന്നു അപകടമുണ്ടായത്. വീട്ടിലെ ആളുകൾ, അവിടെ സമീപവാസികൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. തൊട്ടടുത്ത വീട്ടിലെ മാതാവിന്റെ വീട്ടിലെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയപ്പോഴാണ് അപകടം ഉണ്ടായതല്ലേ? കുട്ടി മിക്കവാറും ഇവിടെ തന്നെയാണ് കളിയും. ഒരുമാതിരി സന്ധ്യ വരെയും ആ പെണ്ണ് ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ തന്നെയാണ്. ആ പെണ്ണ് ഒരു സ്കൂളിയുടെ നേഴ്സാണ്, ഒരു ഹോസ്പിറ്റലിൽ നേഴ്സാണ്. അപ്പോൾ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അവരും ഇവിടെ കാണും, തള്ളയും എല്ലാം ഇവിടെ കാണും. അതുപോലെ നമ്മൾ ഇന്നലെ ഇങ്ങനെ ഏൽപ്പിച്ചു പോയപ്പോൾ ഞാൻ അപ്പുറം ഇച്ചിരി മേളിൽ കരിയിലേക്ക് തൂത്തേച്ച് ഞാൻ താഴെ ഇറങ്ങി എല്ലാം തൂത്തോണ്ടിരിക്കുമ്പോൾ കുട്ടി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ആ അത് നല്ലപോലെ ഓടി നടക്കുന്നത്. പക്ഷേ ഇന്നലെ എന്തോ എങ്ങനെയോ നമ്മുടെ ഒരു ചെറിയ കണ്ണ് എങ്ങനെയാണോ കയറിപ്പോയി എന്നുള്ളത് നമുക്കറിയത്തില്ല. അവൻ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി അച്ഛാന്ന് വിളിച്ചേ അവൻ പോകത്തുള്ളൂ. പക്ഷെ ഇന്നലെ മിണ്ടിയിട്ട് പോലും ഇല്ല. ഞാൻ എന്റെ പേര് വേണു, ഷീല. ഇവിടെ തന്നെയാണ് ടിവിയും കണ്ട് എല്ലാം. ഇന്നലെ എന്താ സംഭവിച്ച? ഇത് തന്നെ എനിക്കും അതേ പറയാനുള്ളത്. എന്ത് സംഭവിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കുഞ്ഞല്ലേ. ഇടയ്ക്ക് വന്ന് ഞാൻ നോക്കിയപ്പോൾ മോൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ ഇതേ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നു, കൈ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു കുഞ്ഞിനെ. ഋതുവേന്ന് വിളിക്കുകയും ചെയ്ത് കഴിച്ചിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കുഞ്ഞ് എപ്പോൾ കയറി ഞാൻ അടുക്കള വശത്ത് പോയിച്ച് തിരിച്ച് വന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ കുഞ്ഞെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴാണ് ചേട്ടൻ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് എപ്പോൾ എൻ്റെ കുഞ്ഞ് കയറിയെന്ന് ഇതുവരെ അവൻ കയറിയിട്ടില്ല. കാരണം ഞാനിവിടെ വന്നിട്ട് 26 വർഷം. ഇത്രയും പിള്ളേരെല്ലാം ഇവിടെ കളിച്ച് വളർന്നതല്ലേ. ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ വന്നിട്ട്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഇവരൊക്കെ. ഈ വീടിന് തൊട്ട് പുറകിലാണ് ഈ കുട്ടിയുടെ മാതാവിൻ്റെ വീട്. ഈ വീട്ടിലായിരുന്നു എപ്പോഴും കുട്ടി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ മാതാവ് ജോലിക്ക് പോകുമ്പോഴുമൊക്കെ ഇവിടെ ഏൽപ്പിക്കുക പതിവായിരുന്നു. ഇന്നലെയും പതിവ് കളിചിരികളുമായിരുന്ന കുട്ടിയാണ് വൈകുന്നേരം പെട്ടെന്നുണ്ടായ ഈ അപകടത്തിൽ നഷ്ടമായത്. എന്തായാലും അതിൻ്റെ വേദനയിലാണ് നാടാകെ. ലേഷ് കാഞ്ഞികാവിനോടൊപ്പം അമ്പലപ്പുഴയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.